വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പം പ്ലസ് വണ്ണിലേക്കൊക്കെ കയറി ഇതാ ക്ലാസ്സസ് ഒക്കെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ സബ്ജക്ട് നല്ല തറുവായിട്ട് നമ്മൾ പഠിക്കണം. ഓൾറെഡി അഗ്നി ബാച്ചിലെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് അറിയാലോ. ടോപ്പിക്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്. അപ്പൊ ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ നിങ്ങളുടെ ഫസ്റ്റ് ഓണം എക്സാമിന് നല്ല വെയിറ്റേജ് അല്ല, അത്യാവശ്യം നല്ലോണം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇമ്പോർട്ടന്റ് ഉള്ള ടോപ്പിക് എവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആൻഡ് ദർ ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ ഫോർ യു. ഓക്കെ, അപ്പൊ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിൽ അപ്പ് ദ സെക്കൻഡറി പാർട്ട് ബൈ ഒബ്സർവിംഗ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പാർട്ടി. അപ്പൊ ഇവിടെ നമ്മുടെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് നമ്മൾ 10th പഠിച്ച പോലെ തന്നെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നേരെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. മൊനീറ ഒരു പ്രോകാരിയോട്ട് ആണ് അല്ലെ? മൊനീറ എന്ന് പറയുന്നത് കിങ്ഡം മൊനീറ ഇസ് എ പ്രോകാരിയോട്ട്. എന്തുകൊണ്ട് പ്രോകാരിയോട്ട്? അവർക്ക് ഡെഫിനറ്റ് ഒരു ന്യൂക്ലിയസ് ഒന്നും ഇല്ല അല്ലെ? ന്യൂക്ലിയർ മെംബ്രെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നുമില്ല. സോ വി ക്യാൻ സേ മൊനീറ പ്രോകാരിയോട്ട്. അപ്പൊ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ട് ആണോ? അല്ല, ദാറ്റ് ഈസ് യൂകാരിയോട്ട്. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് ഒരു യൂകാരിയോട്ട് ആണ്. ഇനി അടുത്തത്, ബാക്ടീരിയ ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയാസ് ദാറ്റ് ആർ ഹാലോഫൈൽസ്. നമ്മൾ ബാക്ടീരിയയിൽ തന്നെ ആർക്കിയ ബാക്ടീരിയ, യു ബാക്ടീരിയ പഠിക്കുന്നുണ്ട്. ആർക്കിയ ബാക്ടീരിയയിൽ നമ്മൾ കാണുന്നതാണ് സർട്ടൈൻ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ ജീവിക്കാൻ കഴിയുന്ന, എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കുറെ ബാക്ടീരിയാസ് ഉണ്ട് അല്ലെ? അപ്പൊ എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ ജീവിക്കുന്നതാണ് ഹാലോഫൈൽസ്. ബാക്ടീരിയ ലിവ് ഇൻ മാർഷി ഏരിയാസ് അല്ലെ? വളരെ മാർഷി ഏരിയാസിൽ. അതുപോലെ തന്നെ കാറ്റലിന്റെ ഒക്കെ ഗട്ടിൽ കാണുന്നത്, കൗഡങ്കിൽ കാണുന്നത് ഏതാണ്? നമ്മുടെ മെത്തനോജൻസ് ആണ്. മെത്തനോജൻസ് ആണ്. ഒരാളെയും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ദാറ്റ് ലിവ് ഇൻ, ബാക്ടീരിയ ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. കഠിനമായ ചൂടിൽ, ഹൈ ടെമ്പറേച്ചറിലും അതുപോലെ ആസിഡിക് കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു ബാക്ടീരിയനെ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് ആർക്കിയ ബാക്ടീരിയയിൽ. അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. 3 ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ ആർക്കിയ ബാക്ടീരിയയിൽ പഠിക്കുന്നുണ്ട്. ഹാലോഫൈൽസ്, മെത്തനോജൻസ്. മൂന്നാമത്തെ ആൾ ആരാണെന്നുള്ളത്, ഹോട്ട് സ്പ്രിങ്സിൽ സർവൈവ് ചെയ്യുന്ന ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. Next question. Observe the relationship between the word of first sentence and fill the second one. Same as like that. Archaebacteria grow in salty areas. So halophiles എന്ന് കൊടുത്തിട്ടുണ്ട്. Archaebacteria that grow in hot springs. ഇതാണ് ഞാൻ ആൻസർ ആയിട്ട് കമന്റ് ചെയ്യാൻ തന്നിട്ടുള്ളത്. നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അടുത്തത്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ. അത് തന്നെയാണ്. കാൾ ലീനിയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? നമ്മുടെ R.H. വിറ്റാക്കർ ആണ് അല്ലെ? R.H. വിറ്റാക്കർ ആണ്. 1969 അദ്ദേഹം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. തെർമോ ആസിഡോഫൈൽസ് എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ, കണ്ടീഷനെ സർവൈവ് ചെയ്യുന്നു. ഹാലോഫൈൽസ് ഏതിനെയാണ്? സോൾട്ടി ഏരിയാസിനാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ആർക്കിയ ബാക്ടീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മറന്നു പോകരുത്. ഇനി ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. ട്രിപ്പനോസോമ എന്ന് പറയുന്നത് ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോസോവൻ ആണ്. അങ്ങനെയാണെങ്കിൽ സീലിയേറ്റഡ് ആയിട്ടുള്ള, നമുക്കറിയാം ഇതിപ്പോ ഒരു പ്രൊട്ടിസ്റ്റ ആണെങ്കിൽ ഇതിന് നീണ്ട ഫ്ലജല്ലാസ് ഉണ്ടാവും. ഇതാണ് ഫ്ലജല്ല. ഇനി അതല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ അവർക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ചെറിയ സ്മോൾ എയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് സീലിയ. അപ്പൊ സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോൺ ഉണ്ട്. പ്രൊട്ടിസ്റ്റയിൽ നമ്മൾ പലതരത്തിലുള്ളത് പഠിക്കുന്നുണ്ട്. ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, അതുപോലെ ഡൈനോഫ്ലജലൈറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്, പിന്നെ പഠിക്കുന്നതാണ് ഇത് പ്രോട്ടോസോൺസ്. ഈ പ്രോട്ടോസോൺസിൽ തന്നെ പലതുണ്ട് അല്ലെ? ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഇത് അമീബോയിഡ് പ്രോട്ടോസോവൻ, പിന്നെ ഫ്ലജല്ലേറ്റഡ്, സിലിയേറ്റഡ്, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഇത് സ്പോറോസോവൻസ്. സീലിയേറ്റഡ് പ്രോട്ടോസോന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ പാരമീസിയം ആണ് അല്ലെ? പാരമീസിയം ഒരു സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. അപ്പൊ അതിന്റെ ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പ്രോട്ടോസോവൻസ് ദേ ആർ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് അല്ലെ? ഈ പ്രൊട്ടിസ്റ്റയിൽ തന്നെ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് ആനിമൽസിന്റെ പ്രിമിറ്റീവ് മെമ്പേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെ പ്രിമിറ്റീവ് മെമ്പേഴ്സ് ആയിട്ടും ഒക്കെ പറയുന്നതും കൂടെയാണ് ഇത് നമ്മുടെ യുഗ്ലിനോയിഡ്സ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദേ ആർ ഹെറ്ററോട്രോഫ്സ്, ദേ ലിവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. ഇവർ കൂടുതലായിട്ടും പ്രിഡേറ്റേഴ്സ് ആയിട്ടും പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്നവരാണ്. മോസ്റ്റ് പ്രോബബ്ലി ദേ ആർ ഹെറ്ററോട്രോഫ്സ്. ഇനി ഏതൊക്കെയാണ് ടൈപ്പ്? ഞാൻ പറഞ്ഞു അമീബോയിഡ് ഉണ്ട്, ഫ്ലജല്ലേറ്റഡ് ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, സ്പോറോസോവൻസ് ഉണ്ട്. അമീബോയിഡ് എന്ന് പറഞ്ഞാൽ
ഫ്രഷ് വാട്ടറിൽ അല്ലെങ്കിൽ സീ വാട്ടറിൽ അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിലിൽ ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർക്ക് സ്യൂഡോപോഡിയ ഉണ്ട് അല്ലെ, ഇങ്ങനെ വളഞ്ഞു പിടിക്കാൻ പറ്റുന്ന സ്യൂഡോപോഡിയോസ് ഉണ്ട്. നമ്മൾ അമീബ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇറഗുലർ ഫോർമാറ്റിലാണ് വരയ്ക്കുക. അവരുടെ ഈ ഫിംഗർ ലൈക്ക് പോർഷൻസ് ഇങ്ങനെ എൻലാർജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫുഡിനെ എൻഗൾഫ് ചെയ്യുന്നത്. ആ ഭാഗത്തിനെയാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്, ഫാൾസ് ഫീറ്റ് എന്ന് പറയും. അപ്പൊ ഇതാണ് സ്യൂഡോപോഡിയ. So they move and capture their prey and putting out pseudopodia. They have silica shells on their surface. ഇവരുടെ സർഫസിൽ സിലിക്ക ഷെല്ല് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എക്സാമ്പിൾ അമീബയും എൻഡമീബയുമാണ്. രണ്ടാമത്തെ ആൾക്കാരാണ് ഫ്ലജെല്ലേറ്റർ. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ലോങ് ഫ്ലജെല്ലാസ് ഇവർക്ക് ഉണ്ടാകും. അവരുടെ ലോക്കോമോട്ടീവ് സ്ട്രക്ചർ ആണ്. ഇവരും പാരസൈറ്റിക് ആയിരിക്കും. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ട്, സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്ന ട്രിപ്പനോസോമ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. മൂന്നാമത്തേത് സീലിയേറ്റ് പ്രോട്ടോസോവ. ഞാൻ പറഞ്ഞല്ലോ പാരമീസിയമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സീലിയാണ് അവരുടെ ലോക്കോമോട്ടീവ് സ്ട്രക്ചർ. ആൻഡ് ഇവർക്കൊരു ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്. അതിലൂടെയാണ് അവർ ഫുഡ് എന്ത് ചെയ്യുന്നത്, ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ഇവരെന്താണ്, അക്വാറ്റിക് ആണ്, ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സീലിയ. സീലി ഉള്ളത് കൊണ്ട് തന്നെ അവർ നല്ല ആക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരുമാണ്. ലാസ്റ്റ് ആൾക്കാരാണ് സ്പോറോസോവൻ. സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഡൈവേഴ്സ് ഓർഗാനിസം ആണ്. ഇവർക്ക് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല, ഫ്ലജെല്ല സീലിയാസ് ഒന്നും കാണില്ല. പ്ലാസ്മോഡിയം കോസ് മലേറിയ വിച്ച് ഹാസ് എ സ്റ്റാജറിംഗ് ഇഫക്റ്റ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക. നമുക്ക് വരുത്തുന്ന രോഗം ഒന്നാണ് മലേറിയ. ആ മലേറിയ കോസ് ചെയ്യുന്ന ഒരു പാത്തജൻ കൂടിയാണ് എന്ത്, ഈ സ്പോറോസോവന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് പ്രോട്ടോസോയിൻസിന്റെ എക്സാമ്പിൾ. ഇനി ഫൈനൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതാണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗേ. കണ്ടോ, 2022 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് പ്രോബബ്ലി മിക്ക ഓണ പരീക്ഷയ്ക്കും വന്നിട്ടുള്ള ചോദ്യം കൂടിയാണിത്. ഇതെന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ നോസ്റ്റോക്ക് ആണ് അല്ലെ. നോസ്റ്റോക്ക് എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗേ ആണ്. ആൻഡ് നമുക്കറിയാം പ്ലാന്റ്സ് പോലെ തന്നെ ഇവരും ഫോട്ടോസിന്തറ്റിക് ആണ്. കോളനി ആയിട്ട് കാണുമെങ്കിൽ ഇവർക്ക് മ്യൂസിലേജിന് ഷീത്ത് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരാളെ നിങ്ങൾക്ക് കാണാം, ഹെട്രോസിസ്റ്റ്. ഹെട്രോസിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്, നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുണ്ട് എന്നാണ് അല്ലെ. അപ്പൊ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്പെഷ്യലൈസ്ഡ് സെൽ അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഒരു ഹെട്രോട്രോഫിക് ബാക്ടീരിയന്റെ എക്സാമ്പിൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റും കൂടെ ചെയ്യാം. നമ്മളെ മിൽക്ക് കേർഡ് ആക്കുന്ന ഒരു ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്, അത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ആർക്കി ബാക്ടീരിയയിൽ ഏതാണ് ഹോട്ട് സ്പ്രിങ്സിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ മിസ് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ.